നോക്കി നിൽക്കാതെ പെട്ടെന്ന് ഇങ്ങോട്ട് പോകുന്നോളിട്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. എല്ലാതും കൂടി ഞാൻ ഒറ്റ ട്രിപ്പിൽ അങ്ങോട്ട് പറഞ്ഞു തീർക്കാം. ഇതിപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ ഇതൊക്കെ തന്നെയാണ് പറയാനുള്ളത് കേട്ടോ. കുറേ ദിവസമായി നമ്മൾ വീഡിയോസ് ഇട്ട്, ഒരു 3-4 ദിവസമായി നമ്മൾ വീഡിയോസ് ഇട്ടിട്ടില്ലേ. അപ്പോൾ അതിലൊക്കെ കണ്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ വീഡിയോ കൊണ്ടുവന്നിട്ട് നല്ല അൽക്കുലത്തെ നല്ല കിഡ്ലോസ്കി പരിപാടികളൊക്കെ ആയിട്ടിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ഞായറാഴ്ചക്കത്തെ വീഡിയോ ആണ്. ഞായറാഴ്ച എന്ന് പറയുമ്പോൾ ചില്ലറ ഞായറാഴ്ചയല്ലേ നമുക്ക് ഉണ്ടായാൽ. ഇപ്പോൾ പൊതുവേ ഇതാക്കണം കല്യാണത്തിൻ്റെ സീസണാണല്ലോ വന്നിരിക്കുന്നത്. അപ്പോൾ ചില്ലറ ഞായറാഴ്ചയല്ലേ വരാനുള്ളത്. എന്നാൽ പിന്നെ അതൊക്കെ കടക്കാം. അതിന് കടക്കണേന് മുന്നേ ചെറിയൊരു പരസ്യം കൂടി പറയാനുണ്ട് കേട്ടോ. അപ്പോൾ എന്തൊക്കെയുണ്ട് വർത്താനം, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് കുഴപ്പമൊന്നുമില്ലാതെ തട്ടിമുട്ടിയൊക്കെ തന്നെ പോണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ സ്വപ്നം കുടുംബ അനിത സുബ്രഹ്മണ്യൻ. അങ്ങനെ അതിൻ്റെ പരസ്യം പരലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ ഏകദേശം പരിപാടികൾ കഴിഞ്ഞിട്ടുണ്ടോ. ഒരു 7:45-8 മണിയായപ്പോഴാണ് നീച്ചത്. ഞായറാഴ്ച ആകുമ്പം എല്ലാവരും കടന്നുറങ്ങും. അപ്പോൾ ഞാനാണ് കടന്നുറങ്ങി. എല്ലാം കൂടി ലീവ് ചെയ്യുന്നുണ്ട്. ഒന്നിപ്പോൾ നടക്കാനും കാര്യങ്ങളൊന്നും പോയിട്ടില്ല, വ്യായാമവും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല, ഡേറ്റിങ്ങും പ്ലാനിങ്ങും ഒന്നും ഇല്ലാത്ത നല്ലൊരു ദിവസം ചെയ്യുന്നിട്ടൊന്ന്. അങ്ങനെ രാവിലെ തന്നെ ഒരു കട്ടൻ അടിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്, കുടിക്കൽ കുറച്ച് കുറവാണ്, എന്നാലും ഇതാക്കണം വെള്ളം നീട്ടിയിട്ടൊന്ന് കുടിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ. പിന്നെ താൻ ചായക്കടി എന്ന് പറയുന്നത് ഇന്നിപ്പോൾ കല്യാണം, കുടിയിരിക്കൽ അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ രാവിലെ നല്ല ഉഷാറായിട്ട് ചെറിയ മട്ടത്തിൽ മതി എന്ന് വിചാരിച്ച് അങ്ങനെ കട്ടൻ ചായയും അവൽ കുഴച്ചതും ഉണ്ട്. നല്ല ഉഷാറായിട്ട് ചക്കരയും അതേപോലെ തന്നെ നമ്മൾ തേങ്ങയും അവിലൊക്കെ ഇങ്ങനെ കൂട്ടി കുഴച്ചെടുക്കൂലേ, അങ്ങനെ ആ ഒരു സംഭവം മതി എന്ന് വെച്ചിട്ടാണ് കേട്ടോ. ഇത് എന്നാൽ തന്നെ പള്ളറിയല്ലോ, നല്ല അടിപൊളിയായിട്ട് പള്ളറിയും. പിന്നെ കൂടുതലായിട്ട് ഇന്നിപ്പോൾ നമ്മൾ തീ കൂട്ടണില്ല. സത്യം പറഞ്ഞാൽ അതാണ് നമുക്ക് ഈ ഒരു രാവിലത്തെ പരിപാടി അല്ലാതെ നമ്മൾ ഈ ഒരു ഇന്നത്തെ ദിവസം നമ്മൾ തീ മൂട്ടണില്ല. അങ്ങനെ രാവിലത്തെ ചായ കൂടി നടന്നുകൊണ്ട് നിൽക്കാണ്ട് നല്ല ഉഷാറായിട്ട് മക്കൾ വന്നു കേട്ടോ. മേലെന്ന് അമ്മോൻ്റെ പേരക്കുട്ടികളൊക്കെ വന്നു. എല്ലാവരും ഇതാകണം അവിലും ചായയൊക്കെ കുടിച്ച് ഓല കൊണ്ടാക്കാനായിട്ട് പോയിട്ടുണ്ട്. ഇപ്പം ഞാൻ കുളിക്കാനും ഇതിനൊക്കെ നിൽക്കട്ടെ. പിന്നെ അപ്പോഴത്തേന് നമുക്കതൊന്ന് അടിച്ചു വാരാനും തുടച്ചിടാനും നമ്മൾ അടുക്കളയത്തെ പണിയെന്നല്ല മൊത്തത്തിൽ ആ വീട്ടിലത്തെ പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ അടിച്ചു വാരലും തുടക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒന്ന് കുളിക്കട്ടെ കേട്ടോ. ഇപ്പം ഇതാ ഒരാളെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിലുണ്ടല്ലോ അതിൻ്റെ ഭവിഷ്യത്ത് 2 ഇരട്ടിയായിട്ട് നമുക്ക് വരും എന്ന് പറഞ്ഞായിരിക്കും. ഇപ്പം മുടിനെ വല്ലാതെ അങ്ങനെ ശ്രദ്ധിക്കില്ല, അതുകൊണ്ട് തന്നെ മുടി എന്തോ പോലെ ആയിക്കണം കേട്ടോ. എന്തോ അതിന് കട്ടി കുറയേ, ഇതിന് തൂക്കം എണ്ണത്തിലൊക്കെ നല്ലപോലെ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ ഇന്നൊരു പാക്ക് ഇടാമെന്ന് വിചാരിച്ചു. ഇന്നലെ രാത്രി ഞാൻ കഞ്ഞിവെള്ളത്തിൽ കുറച്ച് ഉലുവ ഇട്ട് വെച്ചു. നല്ലതാണല്ലോ ഈ ഒരു ഹെയർ പാക്ക് എന്ന് പറയുന്നത്. നല്ല ഇത് മുടി വളരാനും കിളിർക്കാനൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പം നല്ല ഒരു തിക്കായിട്ട് ഒക്കെ തോന്നും. ഈ കഞ്ഞിവെള്ളം സ്ഥിരം തേക്കണമെങ്കിൽ ഉഷാറായിട്ട് ബേബി ഹെയർ ഇങ്ങനെ വരും. നമ്മൾ പരസ്യത്തിലൊക്കെ പറയുന്ന പോലെ തന്നെ ബേബി ഹെയറൊക്കെ ഇങ്ങനെ വന്നുകൊണ്ട് നിൽക്കും. പിന്നെ നമ്മൾ ഈ ഒരു അതിന് നമ്മളിതാ പെറ്റ കുട്ടികളെ നോക്കണമായിരിക്കും ഇങ്ങനെ തൊട്ടും തലോടി എണ്ണയിച്ചും അങ്ങനെ നല്ല ഉഷാറായിട്ട് കൊണ്ടുവന്നാൽ തന്നെ മുടി വളരും കേട്ടോ. താരനൊക്കെ പോയിട്ട് നല്ല അടിപൊളിയായിട്ട് വരും. എപ്പോഴും ഇങ്ങനെ മസാജൊക്കെ ചെയ്ത് കൊടുത്താൽ നല്ല അടിപൊളിയായിട്ട് തന്നെ വളരും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ ഞാനൊക്കെ ചെയ്തത്. അല്ലാതെ അപ്പോൾ ഞാൻ തലയിൽ എണ്ണ തൊടിയിക്കില്ല കേട്ടോ. കാച്ചെണ്ണയും കാര്യങ്ങളൊന്നും ഞാൻ തൊടിയിക്കലില്ല. ഞാൻ അകപ്പാടെ തേക്കണത് ഈ ഒരു നമ്മൾ കറിക്കൊക്കെ വറവിടില്ല, സാധാരണ വെളിച്ചെണ്ണ ഉണ്ടല്ലോ. അപ്പോൾ അതാണ് ഞാൻ ഇത്തിരി ഒന്ന് തേക്കുള്ളൂ. അപ്പോൾ എന്ത് തേക്കണതിൻ്റെ മുന്നേ ഞാനിത് വെളിച്ചെണ്ണ തേക്കലുണ്ട് കേട്ടോ. എനിക്ക് അതൊരു നിർബന്ധമാണ്. എന്തൊരു പാക്ക് ഇടുന്നതിന് മുന്നേ ഇത്തിരി വെളിച്ചെണ്ണ മൂർത്താവിലിട്ടാലൊരു സമാധാനമാണ്. അങ്ങനെ വെളിച്ചെണ്ണ തേച്ച് കഴിഞ്ഞാൽ ഈ കഞ്ഞിവെള്ളം ഉലുവയും കൂടി ഞാൻ രാത്രി തലേന്ന് തന്നെ വെള്ളത്തിലിട്ട് പുതിർത്ത് വെച്ചതാട്ടോ. അതൊന്നൊന്ന് മിക്സാക്കിയാണ് ഒന്ന് മിക്സിയിലിട്ടാണ് നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് തലയിലൊന്ന് കുറച്ച് നേരം ഒന്നൊരു 10-15 മിനിറ്റ് നേരം ഒന്ന് വെക്കട്ടെ കേട്ടോ. അപ്പോൾ ഇത്തിരി പാത്രം കഴുകാനുണ്ട് അവിടെ. അതും കൂടി കഴുകുമ്പോൾ ആ ഒരു 15 മിനിറ്റ് അവിടെ പോകുമല്ലോ വെച്ചിട്ടാണ് ഞാൻ പാത്രം കഴുകണതിന് മുന്നേ ഇതാണ്ട് തലയിൽ തേച്ചങ്ങോട്ട് പിടിപ്പിച്ചിട്ടോ. അപ്പോൾ നല്ല ഉഷാറായി. അങ്ങനെ അതാ തേച്ച് പിടിപ്പിച്ചിട്ട് കുറേ ദിവസമായി ഞാൻ ഇങ്ങനെ ഈ തലയിൽ എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടി എടുത്തിട്ട് തന്നെ കുറേ മാസങ്ങളോളമായി തോന്നുന്നു. ആ ഒരു ശ്രദ്ധ തന്നെ വരുന്നില്ല. ഇപ്പോൾ ശ്രദ്ധ മുഴുവൻ എങ്ങനെ നടക്കാം, എങ്ങനെ വെയിറ്റ് ലോസ് ആകാം, അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ശ്രദ്ധ. അതിന് മാത്രം ഒരു ആനക്കുട്ടിയൊന്നും അല്ല, എന്നാലും ചെറുമട്ടത്തിലൊക്കെ ആകണമല്ലോ എന്നുള്ള ഇതിലാണ് കേട്ടോ. പിന്നെ ഇതാക്കണ് ഏതായാലും കല്യാണമല്ലേ, ചത്ത് കിടന്നാലും ചവഞ്ഞ് കിടക്കണം എന്നാണ് നമ്മളൊരു ചൊല്ലില്ലത്. അപ്പോൾ ആ ഒരു ചൊല്ലിനെ മറികടക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ തന്നെ കുറച്ച് കാപ്പിപ്പൊടിയൊക്കെ തേക്കല കേട്ടോ. മക്കളൊക്കെ എന്നും തേക്കലുണ്ട്, അല്ലെങ്കിൽ ഒന്നരാടെ എപ്പോഴെങ്കിലുമൊക്കെ ഓൾ തേക്കലാണ്. അപ്പം ഞാനും തേക്കൽ ഇല്ലയെന്നറിയില്ല, ഞാനും തേക്കട്ടെ. എന്താ അപ്പം ഇങ്ങനെ വയസ്സായി വടിയും കുത്തി പൊടിക്കാനായി അങ്ങനെയൊന്നും പറയാനായിട്ടില്ലല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് തേക്കട്ടെ വിചാരിച്ച്. അപ്പോൾ രാത്രി പാല് കാച്ചിട്ട് ഓല് കുടിച്ചതിൻ്റെ ബാക്കിയിൽ ഇത്തിരി പാൽപ്പാടുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു പാൽപ്പാടേക്ക് ഇത്തിരി കാപ്പിപ്പൊടി ഇത്തിരി പഞ്ചസാര ഇട്ടുണ്ട് മിക്സ് ആക്കിയിട്ട് ഒന്ന് മുഖത്തേക്കാം കേട്ടോ. എന്നപ്പോൾ പാലിൻ്റെ ഒരു കളർ ഉണ്ടായിക്കോട്ടെ അല്ലേ. പൊതുവെ ഇപ്പോൾ കളറില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഒഴിവാക്കലൊക്കെ നടക്കണതില്ലേ. പുതിയാപ്പിളക്ക് അതിന് മുന്നേ ഒന്നും മൂപ്പര് നോക്കിയിട്ടില്ലേന്ന്. പിന്നെ കെട്ടിക്കഴിഞ്ഞായിരുന്നു കളറില്ല എന്നും അതൊക്കെ അതും ഇതുമൊക്കെ ഓരോരോ
മുടന്ത ന്യായങ്ങൾ പറഞ്ഞിട്ട് ഒഴിവാക്കണത്. ഏതായാലും അറ്റാളൊന്നും വിട്ടു കൊടുക്കരുത്. നല്ല ഉഷാറായിട്ട് ഓലും തന്നെ എന്തേലുമൊക്കെ ആക്കണം എന്ന് നമ്മൾ മനസ്സിലിങ്ങനെ വിചാരിക്കട്ടെ. ആ ഒരു വാർത്തയും കാര്യങ്ങളൊക്കെ വായിക്കുമ്പം ഈ കളറില്ല എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടല്ലോ, അങ്ങനെയൊക്കെ ഒഴിവാക്കുമ്പോൾ അതിൻ്റെ ഒരു മാനസിക പീഡനം കുറച്ചൊന്നും അല്ലേ കാരണം. പക്ഷേ അതിൻ്റെ ആ കുട്ടി അനുഭവിച്ചതിൻ്റെ ഒരു പകുതി മുക്കാൽ നല്ല ആ ഒരു ശതമാനത്തിൽ തന്നെ ആ ചങ്ങായിക്കും അല്ലെങ്കിൽ ആ ഒരു പുതിയാപ്പിളക്കും കാണിച്ചു കൊടുക്കണം. അതിൻ്റെ ഒരു ശിക്ഷ കൊടുക്കണം എന്ന് ഭയങ്കരമായിട്ട് പ്രതീക്ഷയുണ്ട്. നമുക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ അങ്ങനെയൊക്കെ. ഇനിയിപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് അങ്ങനെയൊന്നും ഉണ്ടാകാതെ നിൽക്കട്ടെ. അപ്പം കല്യാണം കഴിയണേന് മുന്നേ കളറുണ്ടോ അല്ലെങ്കിൽ തല ഉണ്ടോ മുടി ഉണ്ടോ ഒക്കെ നോക്കിയിട്ട് സമാധാനത്തിൽ കെട്ടാൻ പറഞ്ഞാൽ മതി. എല്ലാവരോടാണെങ്കിലും ഇത് കഴിഞ്ഞിട്ട് ഇതാക്കണം അതാണ് ഇതാണെന്ന് പറഞ്ഞ് അതിനെ വേദനിപ്പിക്കാക്കണ ഏറ്റവും നല്ല കാര്യം അതല്ലേ. നമുക്ക് ചെയ്യാൻ കഴിയണ ഏറ്റവും വലിയ കാര്യം അതാണ്. ഇപ്പോഴത്തെ ചെക്കന്മാരോടാണ് ഇപ്പോൾ പറയുന്നത് കേട്ടോ. ചെക്കന്മാരും നമ്മളെ വീഡിയോ കാണൂല, എന്നാലും ഇപ്പോൾ പറയാം. അങ്ങനെ തേച്ച് വരച്ച് നല്ല ഉസാറായിട്ടൊരു കൂലി അങ്ങോട്ട് പാസ്സാക്കിയിട്ടുണ്ട്. കൂലിയൊക്കെ കഴിഞ്ഞ് ഇതാക്കണം മുടിയൊന്നും ഉണങ്ങട്ടെ എന്ന് വിചാരിച്ച്. അപ്പം മുടി ഉണങ്ങാൻ കുറച്ച് നേരം പിടിക്കുമല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് സാരിയാണ് ഉടുക്കണം കേട്ടോ. ഇന്നലെ തലേന്നേ ഞാൻ വിചാരിച്ചു ഇന്ന് സാരിയാണ് ഉടുക്കണമെന്നുള്ള. ഏത് സാരിയാണെന്നില്ല, ഏതെങ്കിലും ഒരു സാരി ഉടുത്ത് കല്യാണത്തിന് പോകണം എന്ന് കുറേ ആഗ്രഹിക്കുന്നത്. എനിക്കാണ് ഈ സാരീൻ്റെ കളക്ഷൻ എന്ന് പറയാൻ തന്നെ ഇല്ല കേട്ടോ. പൊതുവേ ഞാൻ സാരി ഉടുക്കാത്ത ഒരാളാണ്, അതുകൊണ്ട് തന്നെ സാരി വാങ്ങലില്ല. ഇങ്ങനത്തെ സാരിയൊക്കെ എൻ്റെ അമ്മയാണ് കേട്ടോ വാങ്ങൽ. ഈ കോട്ടണിൻ്റെ സാരിയൊക്കെ അമ്മയാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇത് നാളെ നമ്മൾ വിലക്കുറവിൽ വാങ്ങിയതാട്ടോ. ആകെ 100 റുപ്യാണ് ഇതിന് വാങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ പറ്റ വില കുറഞ്ഞ എവിടുന്ന് കിട്ടിയത് ചോദിച്ചാൽ കിട്ടാൻ കാരണം ഉണ്ട്. ഇതിൻ്റെ മുന്താണീൻ്റെ തലഭാഗം ഉണ്ടല്ലോ, ആ തലഭാഗത്തിൽ പകുതി ശീലമില്ല കേട്ടോ. അത് കീറിപ്പറഞ്ഞ് പോയിട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു 100 റുപ്യക്ക് കിട്ടിയത്. അപ്പോൾ ചെറിയൊരു തയ്യൽക്കാരത്തി ആയത് കാരണം എന്തെങ്കിലുമൊക്കെ മക്കൾക്കെങ്കിലും അടിച്ച് കൊടുക്കാമല്ലോ ബാക്കി ഭാഗം കൊണ്ട് എന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ് ഞാൻ. അങ്ങനെ ഇതാക്കണം. ഇത് ഏതായാലും വെട്ടാൻ പോകല്ലേ, വെട്ടണേന് മുന്നേ ഒന്നും എടുക്കട്ടെ, ഒരു സന്തോഷമാകട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാനിതാ ഇതും എടുത്തിക്കണം കേട്ടോ. ഇതിപ്പോൾ ആ ഒരു മുന്താണി ഭാഗത്ത് കുറച്ച് കീറലുണ്ടായിരുന്നു, കുറച്ച് കീറലല്ല ഒന്ന് നന്നായിട്ട് കീറലുണ്ടായിരുന്നു. അത് നമ്മൾ ആ ഒരു മറ്റേ ഭാഗം ഉണ്ടല്ലോ, മുന്താണി അല്ലാത്തൊരു ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ഭാഗത്ത് നിന്ന് കുറച്ച് ശീല വെട്ടിയെടുത്തിട്ട് മുന്താണി ഭാഗത്ത് വെച്ചിട്ട് അടിച്ചു കേട്ടോ. എന്നിട്ട് പിന്നൊക്കെ കുത്തി നല്ല ഉഷാറാക്കിയിട്ട് അത് മറച്ച് വെച്ചിട്ടുണ്ട്. ഒരു മനുഷ്യന് പിടുത്തം കിട്ടരുത് അവ കീറിയതാണ് ഉടുത്തിക്കണത് എന്നുള്ളത് പിടുത്തം കിട്ടല്ലോ. അപ്പം അങ്ങനെ കീറി സാരി കൊണ്ട് ഇതാക്കണം, ഉടുത്താണ്ട് അടിപൊളിയായിട്ട് ഉടുത്ത്. മൂപ്പർക്ക് നല്ല ഇഷ്ടമാണ് സാരി ഉടുക്കണം. അതും ഈ കോട്ടൻ്റെ സാരി ഉടുക്കണതാണ് ഇഷ്ടം, അല്ലാത്ത സാരികളൊന്നും എടുക്കണത് വലിയാത്ത താല്പര്യമല്ല. കോട്ടൻ്റെ ആണെങ്കിൽ ടീച്ചർമാർ ഉടുക്കണ പോലെ എടുക്കണം എന്നാണ് പറയാം കേട്ടോ. അതേതായാലും ഒരിക്കലും നടക്കില്ല. പണ്ടത്തെ ടീച്ചർമാരാണ് അങ്ങനെയൊക്കെ ഉടുക്കലില്ലേ, നല്ല അടിപൊളിയായി ഒരുമയോടെ ഇങ്ങനെ നിൽക്കണതാണ് അതിൻ്റെ ഞെറിയും കാര്യങ്ങളൊക്കെ. അതോ അങ്ങനെ എടുക്കാനൊന്നും നമുക്ക് കഴിയൂല. ഇപ്പം ഏതായാലും ഈ കോട്ടൻ്റെ സാരി കിട്ടിയപ്പം ഒരു കറുത്ത ബ്ലൗസും ഉണ്ടായിരുന്നു, ഏതോ കാലം വാങ്ങി വെച്ചിട്ടുള്ളത്. അപ്പോൾ അതും അങ്ങനെ മാച്ചാക്കിയാണ്ട് ഇട്ട് പോന്നു. അപ്പോൾ കാലങ്ങൾക്ക് ശേഷം വീണ്ടും സാരി എടുത്തു. അതും കീറിപ്പറഞ്ഞ സാരി എടുത്തിട്ടാണ് നമ്മൾ കല്യാണത്തിന് പോകാൻ നിൽക്കുന്നത്. അങ്ങനെ മക്കളൊക്കെ ഒരുങ്ങി ഞങ്ങളെല്ലാവരും കൂടി ഇതാക്കണം കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് നിന്ന് കേട്ടോ. അപ്പോൾ ആമി ഇതാക്കണം ഒക്കത്ത് കയറി സ്ഥലം പിടിച്ചിട്ടുണ്ട്. ഓള് സ്ഥലം വിട്ട് കൊടുക്കൂല എന്ന് പറഞ്ഞിട്ട് സ്ഥലം പിടിച്ചിട്ടുണ്ട് നമ്മളൊക്കത്തിൽ. അങ്ങനെ കല്യാണപ്പരയിൽ വന്നപ്പോൾ ഭയങ്കര തിരക്കാണ്, നല്ല ഉഷാറും തിരക്ക് തന്നെയാണ്. കുറേ നേരം കാത്തു നിന്ന് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു. ആദ്യം മക്കളെ ഇരുത്തിയിട്ടോ, നല്ല തിരക്കായിരുന്നു. അപ്പോൾ ഞങ്ങളും പിന്നെ ഒരു 3-4-5-6 ട്രിപ്പായപ്പോൾ നമ്മളും തന്നെ ഇരുന്ന് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇതാകുന്ന സീറ്റ് പിടിച്ച് നല്ല കടായി ചിക്കനും പിന്നെ നെയ്ച്ചോറായിരുന്നു കേട്ടോ. അപ്പോൾ മുസ്ലിംസിൻ്റെ കല്യാണമെങ്കിലും ഹിന്ദുക്കളെ കല്യാണമാണെങ്കിലും ഒക്കെ നമുക്ക് നെയ്ച്ചോറ് ബിരിയാണി അങ്ങനത്തതാണ് നമ്മളെ ഈ ഒരു കല്യാണത്തിന് പൊതുവേ കാണാൻ പറ്റുള്ളൂ. ഇവിടെയൊക്കെ മൊത്തത്തിൽ മലപ്പുറം ജില്ലയിൽ അങ്ങനെയാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ മിക്കവാറും അങ്ങനെ തന്നെയാണ്, പച്ചക്കറി കാര്യങ്ങളൊന്നും അങ്ങനെ ഉണ്ടാകലില്ല. അങ്ങനെ ചോറീറ്റിയും കഴിഞ്ഞ് കുറച്ച് നേരം ഞങ്ങൾ അവിടെ സൊറ പറഞ്ഞ് കുത്തിരുന്നു. പിന്നെ തിരിച്ചു പോന്നു കേട്ടോ. പിന്നെ ഇവിടെ വന്നിട്ട് നമ്മളെ അമ്മിമോളെ വീട്ടിലിരുന്നിട്ടാണ് സൊറ പറയാൻ നിൽക്കുന്നത്. അങ്ങനെ ഇതാക്കണേ എല്ലാവരും ഉണ്ട്, മുഫീദുണ്ട്, ജിത്തുണ്ട്. ഞങ്ങളെല്ലാവരും കൂടി കമ്പനി അടിച്ച് വർത്താനം പറയട്ടെ. കുറ്റം പറയുകയാണ് സത്യം പറഞ്ഞാൽ. ഒരു 3-4 പെണ്ണുങ്ങൾ കൂടിയാൽ നല്ലതൊന്നും പറയില്ല, നിങ്ങൾക്കറിയാലോ. അതേപോലെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ 7-up വാങ്ങിയിട്ട് അങ്ങനെ കുടിച്ചിട്ട് ഇങ്ങനെ കുറച്ച് നേരം അങ്ങനെ ഇരിക്കട്ടെ. ഇനിയിപ്പോൾ വീട്ടിൽ ചെന്നാലും നമുക്ക് പണികളും തോരങ്ങളൊന്നും ഇല്ലല്ലോ, കാരണം രാത്രിയിലാണ് നമുക്ക് കുടിയിരിക്കലില്ലത്. അതുകൊണ്ട് ഈ മൊത്തത്തിൽ ഇങ്ങനെ വെക്കണ്ട, അടുപ്പത്തേക്ക് പോകണ്ടല്ലോ എന്നുള്ള സമാധാനത്തിലാണ്. അപ്പം നിച്ചൂട്ടനും മാമി എല്ലാവരും കൂടി ഞങ്ങളെല്ലാവരും വർത്താനമൊക്കെ പറഞ്ഞ് കുറച്ച് നേരം നിന്നു. പിന്നെ ഒരു വൈകുന്നേരം ആയപ്പോഴാണ് വീട്ടിലേക്ക് ഇറങ്ങിയത്. പിന്നെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആടെ ആഭരണങ്ങളൊക്കെ കഴിച്ചിട്ടു കേട്ടോ. ഒരു സമാധാനം സാരിയൊക്കെ കഴിച്ചിട്ട്. അപ്പോൾ എന്തൊക്കെയോ ഒരു സമാധാനം ഉണ്ടായിരുന്നു. അപ്പോൾ സാരി ഉടുത്തപ്പോൾ ഒരുവിധം എല്ലാവരും പറഞ്ഞു കേട്ടോ സാരി ഉടുത്താൽ മതി, ഇനി ചുരിദാറേ ഇടണ്ടെന്നൊക്കെ പറഞ്ഞു. ഒരു ദേശീയ ഒരു വസ്ത്രം എന്ന് പറയുന്നത് സാരിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതൊരു
കുറച്ച് ഒരു ഭാഗത്ത് നിന്ന് നോക്കിയാൽ ഒരു എന്തൊക്കെയോ പോലെയുണ്ട്. ചുരിദാറിൻ്റെ അത്ര ഒരു കോൺഫിഡൻസ് ആ ഒരു സാരിനോടേക്ക് കിട്ടലില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ എടുക്കലില്ല കേട്ടോ ഞാൻ. അതുകൊണ്ട് മാത്രമാണ് എടുക്കാതൊക്കെ. എന്തൊക്കെയോ എവിടേക്കോ കാറ്റ് വരുന്ന പോലെയാണ്. അതുകൊണ്ട് വല്ലാതെ സാരി എടുക്കാൻ മെനക്കെടാറില്ല ഞാൻ. മൂപ്പർക്ക് ഇഷ്ടമാണ് കേട്ടോ, കോട്ടൻ്റെ സാരി മാത്രം ഉടുക്കുന്നത് ഇഷ്ടമാണ്. അല്ലാതെ ഒന്നും വല്ലാതെ ഇങ്ങനെ കുഴഞ്ഞ സാരി, പട്ട് സാരി അതൊന്നും മൂപ്പർക്ക് വലിയ താല്പര്യമില്ല. കോട്ടൻ്റെ എടുത്തപ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു എന്നോട്. ആദ്യമായിട്ടാണ് അങ്ങനെയൊക്കെ ഞാൻ ഒരു ഡ്രസ്സ് ഇട്ടിട്ട് നല്ല ഉഷാറായിക്കണമെന്ന് പറയണത്. അങ്ങനെ ഞങ്ങൾ സാരിക്കഥ കഴിഞ്ഞിട്ടില്ല ഇപ്പം ഇത്. അപ്പോൾ സാരിൻ്റെ കഥയല്ല. ഇങ്ങനെ വൈകുന്നേരം വന്നേരപ്പോൾ ഞാൻ ഒരു കട്ടന് അടിച്ചു. വീണ്ടും ഞങ്ങൾ ചായ കുടിച്ചു. കഴിഞ്ഞിരുന്ന ഉണ്ണിമോൾ പഠിക്കാൻ ഇരുന്നിട്ടുണ്ട്. കുഞ്ഞാറ്റ വേറെ ഒരു കുടിയിരിക്കലുണ്ട് പറഞ്ഞിട്ട്, തുണക്കാരത്തിൻ്റെ കുടിയിരിക്കലുണ്ട് പറഞ്ഞിട്ട് അവഴിന് പോയിട്ടുണ്ട്. കണ്ണൻ അവിടെ ഇവിടെയൊക്കെയോ ബിരിയാണിയൊക്കെ നെയ്ച്ചോറൊക്കെ തിന്നതിൻ്റെ ആ ഒരു മയക്കത്തിലുണ്ട്. മൂപ്പരും മയങ്ങി അവിടെ കിടക്കുകയാണ്. അപ്പോൾ ഞാൻ മയക്കത്തിൽ പോകാൻ നിന്നിട്ടില്ല. കാരണം കുറേ ചോറും കാര്യങ്ങളൊക്കെ തിന്നതല്ലേ. അതുകൊണ്ട് മയങ്ങണ്ടെന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് പരിപാടി എടുക്കട്ടെ കേട്ടോ. അപ്പോൾ കുറേ ദിവസമായി നമ്മൾ ഇവിടെ ഒരു എന്തെങ്കിലുമൊക്കെ ആക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മൾ മീഷോന്ന് ആ ഒരു പേപ്പറുണ്ട്, വാൾ പേപ്പർ ഉണ്ടല്ലോ, അത് വാങ്ങിയത്. അത് വേറൊരു പരിപാടിക്ക് വാങ്ങിയതായിരുന്നു. അതിൻ്റെ ബാക്കി ഇത്തിരി ഉണ്ടായിരുന്നു. എന്തെങ്കിലും ആക്കണമല്ലോ എന്ന് വിചാരിച്ചാണ് ഫോണിൽ തോണ്ടിയപ്പോഴാണ് ഇത് കണ്ടത്. എന്നാൽ ആയിക്കോട്ടെ, ഇത് തന്നെ ഉണ്ടായിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ്. ആദ്യം നമ്മൾ ഇവിടെ ഒരു മരം വരച്ചിരുന്നു കേട്ടോ. അതും സ്കെച്ച് കൊണ്ടാണ് വരച്ചിരുന്നു. അതിൽ പെയിൻ്റ് അടിക്കാനും വന്നപ്പം നല്ലപോലെ ചീത്ത കിട്ടിയിട്ട്, സ്കെച്ച് കൊണ്ടോ പെയിൻറ്റ് കൊണ്ടോ ഒന്നും വരയ്ക്കരുത്, കളർ പെൻസിൽ, പേന കാര്യങ്ങളൊന്നും ചുമരമേ എഴുതരുത്, നല്ല പെയിൻറ്റ് കിട്ടും, പെയിൻറ്റ് ഇട്ടിട്ട് വരച്ചാൽ ഞങ്ങൾക്ക് പിന്നെ നമ്മൾ പെയിൻറ്റ് അടിക്കാൻ വരുമ്പോൾ നല്ല സമാധാനത്തോടെ പണിയെടുക്കാമെന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടാട്ടോ. അപ്പം ഇഞ്ഞോലും ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് വിചാരിച്ച് ഞാൻ ആ ഒരു വാൾ പേപ്പർമേലാണിത് സെറ്റപ്പാക്കി എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇത് പറിച്ച് കളഞ്ഞാൽ പോലെ ഓൾക്ക് പെയിൻറ്റ് അടിക്കുമ്പോൾ ഒരു സുഖം ഉണ്ടാകുമല്ലോ. അവൻ ഞാനിതാക്കുന്ന ഒരു മരത്തിൻ്റെ ചില്ലിയാണ് ഇട്ടുള്ളത് കേട്ടോ. കുറേ കണ്ടെന്ന് അതിൽ നമുക്ക് കുറച്ചുകൂടി ഒരു ഈസി ആയതാണ് ഇപ്പോൾ ഞാൻ എടുത്തിട്ട് ഇങ്ങനെ ആ പേപ്പറിലൊന്ന് വരച്ചിട്ട് അതൊന്ന് കീറിയെടുത്ത് ഇപ്പോൾ മക്കൾ രണ്ടാളും കൂടി ഇതാക്കണം നല്ലപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ടോ. അപ്പം ഞാൻ നല്ല ഉഷാറായിട്ട് നീളമുള്ളത് കാരണം എനിക്ക് അങ്ങോട്ട് എത്തൂല. അതുകൊണ്ട് മക്കളെ കൊണ്ടാണ്, കണ്ണനെ കൊണ്ടാണ് ഇത് ഒട്ടിച്ചെടുത്ത്. അപ്പം ഞാൻ വിചാരിച്ചു അത് മാത്രം പോരാ, ഇത്തിരിയും കൂടി വേണം, ആ ഒരു ഹാള് നിറഞ്ഞു നിൽക്കുന്ന ഭാഗത്തിൽ വേണമെന്ന് വിചാരിച്ച് കുറച്ചും കൂടി അല്ലറ ചില്ലറ പരിപാടികൾ എടുക്കാൻ പോകാണ്ടോ. നല്ല പരിപാടികളാണ്. കുറച്ചുകൂടി പേപ്പർ അവിടെ ഉണ്ട്. അപ്പോൾ വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഒരു ചിത്രശലഭത്തിന് ബട്ടർഫ്ലൈനുണ്ട് വെട്ടിയെടുക്കാമെന്ന് വിചാരിച്ചിട്ട്. വെട്ടാനോ ചിത്രം വരക്കാനോ വല്ലാതെ കൊണ്ട് അറിയൊന്നുമില്ല, എന്നാലും അറിയണ പോലെ തന്നെ ഒന്ന് പരീക്ഷിച്ച് നോക്കാൻ വിചാരിച്ചിട്ട് എടുത്തതാണ്. അങ്ങനെ 2 ബട്ടർഫ്ലൈനെ ഞാൻ ഇവിടെ കീറി മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മൂപ്പര് ഇതൊക്കെ നോക്കിയിട്ട് എന്തെത്താണ് ഇവർക്ക് പണി എന്നൊക്കെ പറഞ്ഞിട്ട് നോക്കിയിരിക്കുന്നുണ്ട്. അങ്ങനെ സഹായിക്കൊന്നുമില്ല കേട്ടോ. അത്ര നല്ല ഒരു കാര്യമൊന്നും മൂപ്പര് ചെയ്യുകയൊന്നുമില്ല. അപ്പം എൻ്റെ കഷ്ടപ്പാട് കണ്ടിട്ടാന്ന് തോന്നുന്നു മൂപ്പരും തന്നെ മണ്ടി വന്ന് ഇതിനും സഹായിക്കാൻ വേണ്ടിയിട്ട് നിൽക്കാണ്ട്. അപ്പോൾ ഇവിടെ ഒരു LED ബൾബ് ഉണ്ടായിരുന്നു പല നിറത്തിൽ കത്തണത്. അത് മക്കളെ റൂമിലായിരുന്നു. അത് എടുത്തുകൊണ്ടാണ്ട് ഇതൊന്ന് ചാർത്തുമെന്ന് ചോദിച്ചപ്പോൾ അതങ്ങോട്ട് ചാർത്തി തന്നു കണ്ടോ. പിന്നെ അവിടെ 2 ചിത്രശലഭങ്ങളെ വെച്ചു. പിന്നെ ഒരു അയൽ പോലെ ഒരു സാധനം വെച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ അവിടെയൊക്കെ ഫോട്ടോ തൂക്കാനുള്ളതാണ്. അങ്ങനെ ഇതാകണ അല്ലറ ചില്ലറ പരിപാടികളൊക്കെ എടുത്തിക്കണം കേട്ടോ. അപ്പോൾ ഈ വാൾ സ്റ്റിക്കർ ആയതുകൊണ്ട് തന്നെ അതിങ്ങനെ ഒട്ടിച്ച് കൊടുത്താൽ നമ്മൾ നെയിൽ സ്ലിപ്പ് ഒട്ടിക്കുന്നവർക്ക് ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ എൻ്റെ അടുക്കളയിലൊക്കെ ഇതാണ് കേട്ടോ ഞാൻ ഒട്ടിച്ചിട്ടുള്ളത്. അപ്പോൾ ചൂടാകുമ്പോൾ ഇങ്ങനെ ഇളകി വരും. അല്ലാതെ വെള്ളം തട്ടിയാലൊന്നും വലിയ വിഷയമൊന്നുമില്ല. നല്ലപോലെ ചൂടായാൽ ഈ ഗ്യാസിൻ്റെ ഒക്കെ നേരെ മേലെയുള്ള വാൾ പേപ്പറൊക്കെ നല്ലപോലെ ഒന്ന് ചൂടായാണ്ട് ഇളകി പോന്നിട്ടുണ്ട്. അല്ലാത്തതിനൊന്നും ഒരു കേടുമില്ല. തുടച്ചെടുക്കുക, വെള്ളമൊക്കെ കൂട്ടി ഈ സോപ്പും പൊടിയൊക്കെ ഇട്ടാണ്ട് നല്ലപോലെ തുടച്ചെടുത്താൽ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പെയിൻ്റ് അടിക്ക് പകരം വാൾപേപ്പർ ഒട്ടിച്ചാണ്ടല്ലോ അടിപൊളിയായി. കാരണം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മക്കളൊക്കെ ഉണ്ടെങ്കിൽ, കുഞ്ഞു മക്കളൊക്കെ ഉണ്ടെങ്കിൽ എപ്പോഴും ഇല്ലേ ആ ഒരു പെൻസിലെടുത്തോട്ടൊക്കെ വരയുന്ന ആ ഒരു ഇതുണ്ടല്ലോ, അപ്പം മാറ്റിയെടുക്കാനൊക്കെ നല്ല പോലെ അടിപൊളിയായിട്ട് യൂസ് ആകും കേട്ടോ അത്. അപ്പോൾ എൻ്റെ ഈ ഒരു വാൾപേപ്പറിൻ്റെ കഥ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അങ്ങനെ എല്ലാതും ഒട്ടിച്ച് കഴിഞ്ഞ് ഞങ്ങൾ ലൈറ്റ് ഇട്ടു, LED ബൾബൊക്കെ കത്തിച്ചു, സെറ്റപ്പായി. പക്ഷേ കണ്ണ് കാണില്ലേന്ന്. അപ്പോൾ ഞാൻ ലൈറ്റ് ഇട്ട് കാണിച്ചു തരാം അതെന്താ ഇപ്പോൾ സംഗതി എന്നുള്ളത്. അപ്പോൾ എനിക്കിത് ഭയങ്കര ആഗ്രഹമായിരുന്നു, മരം വരയ്ക്കാൻ തന്നെയായിരുന്നു കേട്ടോ ആഗ്രഹം. പക്ഷേ വാൾപേപ്പർ കമ്മിയായിരുന്നു, അതുകൊണ്ട് തന്നെ ഇത്രേ കിട്ടിയിട്ടുള്ളൂ. ഇപ്പോൾ അവിടെ ഒരു തോരണം തൂക്കിയ പോലെയല്ല, അവിടെയൊക്കെ ഫോട്ടോ തൂക്കാനുള്ളതാണ്. ഫസ്റ്റ് നമ്മൾ ആ ഒരു ആൽബം ഉണ്ടല്ലോ, കല്യാണത്തിൻ്റെ ആൽബം അല്ല നമ്മൾ ഉണ്ടാക്കിച്ചേ. അപ്പോൾ അത് വെച്ചു. പിന്നെ കുറച്ച് ഫോട്ടോസ് ഇവിടെ ഉണ്ടായിരുന്നു ഫ്രെയിം ആക്കിയത്. അപ്പോൾ അതൊക്കെ തൂക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി 1-2 ഫ്രെയിമും കൂടി വരാനുണ്ട്, അതൊക്കെ തൂക്കാൻ വേണ്ടിയിട്ട് ഇതാക്കണം. നമ്മളിങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. എനിക്ക് എന്തോ നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ ഇതിനെ കാണാനായിട്ട്. ഇനി ഒരു പച്ചിലകളും കൂടി വരച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ അടുത്ത് മമ്പാട്ടിക്ക് പോവുകയാണെങ്കിൽ പെയിൻറ്റ് വാങ്ങണം. പച്ച പെയിൻറ്റ് വാങ്ങിയിട്ട് എല്ലാം അങ്ങോട്ട് കൊടുക്കണ്ടാവും. ഈ പൂവും കായും ഒക്കെ പിടിപ്പിക്കണം അവിടെ. അങ്ങോട്ട് ഫാമിലി ഇങ്ങോട്ട് വളരട്ടെ, ആ പൂവും കായൊക്കെ വന്നിട്ട്.
അങ്ങനെ ഇതാ സ്വയം കണ്ടാണ്ട് ഇങ്ങനെ തൃപ്തിപ്പെടുക അറിയില്ലേ, അതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ട് നിൽക്കുന്നത് കേട്ടോ. ഞാൻ തന്നെ വരച്ച്, ഞാൻ തന്നെ ഒട്ടിച്ച്, ഞാൻ തന്നെ ശരിയാക്കി സെറ്റപ്പാക്കി. അത് കണ്ടപ്പോഴേക്ക് ഭയങ്കരമായിട്ട് ഞാൻ ആരോ വലിയൊരു കൊമ്പത്തെ ആളാണെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചിന്തയിലായിട്ട് ഇങ്ങനെ സമാധാനത്തോടെ സന്തോഷത്തോടെ ഇരുന്നു. ആരോട് പറയണം ഈ ഒരു സന്തോഷം കാര്യങ്ങളൊക്കെ നിങ്ങളോടല്ലാതെ. അങ്ങനെ അതും കഴിഞ്ഞ് പിന്നെ മേലൊക്കെ കഴുകി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ രാത്രിക്കത്തെ പരിപാടിക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. രാത്രിയിലാണ് നമുക്ക് കുടിയിരിക്കലില്ലത്, കുറച്ച് ആൾക്കാരെ ഉൾക്കൊള്ളൂ കേട്ടോ. എന്നാലിപ്പോൾ നമ്മൾ പോയിട്ട് നമ്മൾ വിളിച്ചാൽ പിന്നെ നമ്മൾ പോകണമല്ലോ, നിർബന്ധമാണല്ലോ. അങ്ങനെ ഇതാക്കണം, ഞങ്ങൾ എല്ലാവരും കൂടി ഒരുങ്ങി സെറ്റപ്പായി കുറച്ചാണ്ട് പോകാനുണ്ട് കേട്ടോ. അപ്പോൾ റജിയേട്ടൻ്റെ കുടിയിരിക്കലാണ്. അപ്പം ഞങ്ങൾ പോട്ടെ, എല്ലാവരും മക്കളെല്ലാവരും ഒരുങ്ങുന്നുണ്ട്. അപ്പോൾ വീണ്ടും ഞാനിതാക്കണേ പൊങ്ങച്ചം കാണിക്കാൻ വേണ്ടിയിട്ട് നല്ല ഉഷാറായിട്ട് ഇതിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് വീഡിയോസ് എടുക്കുന്നുണ്ട് കേട്ടോ. പൊങ്ങച്ചം എന്ന് പറഞ്ഞാൽ നല്ല ഉഷാറും പൊങ്ങച്ചം തന്നെയാണത്, നിങ്ങൾക്കും തോന്നിയിട്ടില്ല അങ്ങനെന്ന്. അപ്പോൾ ഏതായാലും പൊങ്ങച്ചം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വെച്ചിട്ട് ഇനി പോകാൻ വേണ്ടിയിട്ട് നിൽക്കട്ടെ. എല്ലാവരും പോയി, ഇനിയിപ്പോൾ ഞങ്ങളും കൂടി ഉള്ളൂ പോകാനായിട്ട്. അപ്പോൾ നല്ല ഇപ്പോൾ സമയം ഇപ്പോൾ 7-7:30 ആയി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ വേഗം ചെല്ലട്ടോ. 4 മണി തൊട്ട് ഒരു 10-8 മണി 9 മണി വരെയാണ് തോന്നുന്നുണ്ട് അവിടുത്തെ ഫംഗ്ഷൻ തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ പോയപ്പോൾ ഏതായാലും 7-7:30 ആയിട്ടുണ്ട്. കുറച്ചുണ്ട്. ഇതൊക്കെ നമ്മൾ രാത്രി ആ ഒരു പെലച്ച നേരത്ത് നടക്കുന്നത് ഏരിയ ആണ് കേട്ടോ. ഈ ടോർച്ചൊക്കെ കത്തിച്ച് ഇങ്ങനെ മോർണിംഗ് വാക്കിന് ഇറങ്ങണ ഒരു ഏരിയ ആണ്. ഇവിടെ വരെ വരും കേട്ടോ, കുറച്ച് അങ്ങോട്ട് നടക്കാനുണ്ട്. അപ്പോൾ ഇവിടെ വരെ നമ്മൾ വന്നിട്ട് തിരിച്ചു പോകലാണുള്ളത്. അപ്പോൾ ഇവിടെ നല്ല ഉഷാറം വീട് പറഞ്ഞാൽ ഒരു ഉഷാറം വീട് കേട്ടോ, അടിപൊളി വീടാണ്. പൊതുവേ നമ്മൾ ഈ വലിയ വലിയ വീട്ടിലൊന്നും ഞാനിങ്ങനെ കയറിയേ അതേപോലെ തന്നെ ഫോട്ടോ എടുക്കുക വീഡിയോ എടുക്കുക അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. നമ്മളെപ്പോഴും ഈ ഒറ്റ വാർപ്പിലൊക്കെ കയറിയിട്ട് ഇങ്ങനെ കുടിയിരിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എന്നല്ലാതെ ഇത്ര വലിയ വീട്ടിലൊന്നും ഞാൻ അതുവരെ കയറി നോക്കിയിട്ടില്ല കേട്ടോ. വെറുതെയും കൂടി കയറി നോക്കിയിട്ടില്ല ഞാൻ സത്യം പറയുകയാണെങ്കിൽ. പിന്നെ ഇവിടെ വന്നേരം പിന്നെ മക്കൾക്ക് കണ്ണാടിയും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ സെൽഫി എടുക്കൽ. അപ്പോൾ ഞാൻ എൻ്റെ ഒരു സന്തോഷത്തിന് എല്ലാതും അങ്ങോട്ട് വീഡിയോ എടുത്ത് സന്തോഷമാകട്ടെ, എനിക്കൊരു സന്തോഷമാകട്ടെ. അപ്പോൾ പുറത്തുനിന്ന് കാണുന്നവർക്കല്ല, അകത്തേക്ക് കയറിയപ്പോൾ പിന്നെ വണ്ടറടിച്ച് കിളി പോയ ഒരു വല്ലാത്തൊരു കിളീനെ പോയല്ലേ ഞാൻ. എന്തോ ഒരു ഭംഗിയാണ് വീട് കാണാനെന്നല്ലോ. നല്ല രസമുണ്ട് കാരണം നല്ല രസമുണ്ട്. ഒരു കുഞ്ഞു കുരുവിക്കൂട് പോലെ, പക്ഷേ കുരുവിക്കൂട് എന്ന് പറഞ്ഞാൽ അടിപൊളി കുരുവിക്കൂട്, അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. എല്ലാവർക്കും ഇതാണ്. ഇവള് കണ്ണാടി കണ്ടിട്ട് ഫോട്ടോ എടുത്തിട്ട് അവൾക്ക് തീരണില്ല. പിന്നെ ഇവിടുത്തെ ലൈറ്റുകളും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇതിൻ്റെ ഒരു എന്താ പറയുക മൊത്തത്തിലെ എമൗണ്ട് പറയുകയാണെങ്കിൽ ചിലപ്പം കണ്ണ് തള്ളി പുറത്തേക്ക് വരും, നമ്മളെ കൊണ്ട് അതൊന്നും സാധിക്കുകയൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് ഇവിടെ പറയണില്ല. പക്ഷെ നല്ല അടിപൊളി വീടാണ്. എല്ലാ പണികളും കഴിഞ്ഞ് ലൈറ്റിങ്ങും കാര്യങ്ങൾക്ക് ഈ ലൈറ്റൊക്കെ കണ്ടിട്ട് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒരു ഹോട്ടലിലൊക്കെ പോകില്ലേ, ഹോട്ടലിലൊക്കെ പോകുമ്പോൾ അതേപോലെയാണ് എനിക്ക് ഫീലായത്. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു അകം കാണാൻ. 2 നിലയൊക്കെയാണെന്ന് പറയുന്നില്ല കേട്ടോ, അങ്ങനത്തെ ഒരു വീട് തന്നെയായിരുന്നു. പിന്നെ ഞങ്ങൾ ഇതാക്കണ ഒരു 3-4 ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് അടിപൊളിയാക്കി. നമ്മളെ കൊണ്ട് അത്രേ കഴിയുള്ളൂ ഫോട്ടോസൊക്കെ സഹായിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ കേട്ടോ കുറേ ആൾക്കാർ വരുന്നുണ്ട് പോകുന്നുണ്ട്, വീട് കാണുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു ലൈറ്റൊക്കെ വന്നിട്ട് എന്നാണ് നമുക്കൊക്കെ അങ്ങനെ ചിന്തിച്ച് പോകണം ആ ഒരു ഇത് കേട്ടോ. പൊതുവേ ഒരാളത് കാണുമ്പോൾ എല്ലാ കാര്യങ്ങളും ഒരാളത് കാണുമ്പോഴാണ് നമുക്കും അതേപോലെ എന്നാണാവും ചിന്ത വരെ. അപ്പോഴല്ലേ എന്തൊരു കാര്യമാണെങ്കിലും ഇനി പഠിപ്പാണെങ്കിലും വേറെ എന്തെങ്കിലുമൊക്കെ എന്നെങ്കിലും നമ്മൾ ആ ഒരു പൊസിഷനിൽ എത്തും ഇക്കാലം എന്നുള്ളൊരു ചിന്താഗതി ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ചിന്തിച്ചിട്ട് ഇങ്ങനെ പോവുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ മൂപ്പരോട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ, എന്നാണാവോ ഇത്രയൊന്നും ഇല്ലെങ്കിലും ഏകദേശമൊക്കെ വരുന്ന ആ ഒരു മട്ടത്തിൽ. പിന്നെ അടുക്കള കാണണമല്ലോ, നമ്മൾ കുടിയിരിക്കൽ വന്ന അടുക്കള മിസ്സാക്കിയിട്ടുള്ള ഒരു പരിപാടിയില്ല. പിന്നെ ഇവിടെ ഒരു മുത്തശ്ശിയല്ല ഒരു അമ്മച്ചി ഉണ്ടായിരുന്നു. ആ അമ്മച്ചീനെ കുറച്ച് നേരം ഒന്ന് വീഡിയോ എടുത്ത്. അപ്പം എല്ലാവരും കുറച്ച് നേരം റെസ്റ്റ് എടുക്കുക, ഏതായാലും വന്നാലേ. പിന്നെ ഇതാക്കണം കുറച്ച് വയസ്സായവരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ കണ്ടുമുട്ടിയപ്പോൾ വർത്താനമൊക്കെ പറഞ്ഞു പോലെ പഴയ കാര്യങ്ങൾ, പുല്ലരിയാൻ പോയതും പയ്യനെ മേയിച്ച് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വർത്താനമൊക്കെ പറഞ്ഞിരിക്കുകയാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ ചെന്ന് എങ്ങോട്ടാന്ന് ചോദിച്ചാൽ ഫുഡിങ്ങൊക്കെ കണ്ടോ. അങ്ങനെ ഫുഡ് എന്ന് പറയുകയാണെങ്കിൽ ബൊഫേ പരിപാടിയാണ്. ഇതും തന്നെ ഏകദേശം ആദ്യമായിട്ടാണ് ഈ ബൊഫേ പോയിട്ട് ഇങ്ങനെ കഴിക്കുന്നത് ആദ്യമായിട്ടാണ്. ഒരു മടി ഉണ്ടായിരുന്നു കേട്ടോ, ഒരു ഭയങ്കര ചമ്മലുണ്ടായിരുന്നു ഇങ്ങനെ പോയിട്ട് പാത്രമൊക്കെ കൊണ്ടിട്ട് അങ്ങനെ നിൽക്കാനായിട്ട് നല്ല മടി ഉണ്ടായിരുന്നു. പിന്നെ എല്ലാവരും ഉണ്ടല്ലോ വെച്ചിട്ട് ഞാനും തന്നെ ഓരോ ബാക്കിൽ കൂടെ അങ്ങനെ പോയി. അപ്പോൾ എല്ലാതും ടേസ്റ്റ് അറിയണമല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് പൂളപ്പുഴുക്കും നല്ല മീൻകറിയും പിന്നെ ഒരു പൊറോട്ട ഇത്തിരി ബീഫും കൂടി ഇട്ടിട്ട് ഞാൻ അങ്ങനെയുള്ള സമാധാനമായി. പിന്നെ ബിരിയാണി ഉണ്ടായിരുന്നു, അപ്പം ഉണ്ടായിരുന്നു, എല്ലാ പരിപാടികളും ഉണ്ടായിരുന്നു. ഇന്നത്തെ ദിവസം ഏതായാലും ഉഷാറായി, പള്ളക്ക് ഏതായാലും ഉഷാറായി സമാധാനമായിട്ട് ഇങ്ങനെ നിന്ന്. അപ്പം ഞാനിങ്ങോട്ട് വീട്ടിൽ പോകുന്നു. മക്കളും മൂപ്പരും കൂടിയിട്ട് ഇതാ സ്കൂളിൽ പരിപാടി ഉണ്ട് കേട്ടോ. അവരൊക്കെ പഠിച്ച സ്കൂളാണ്. പിന്നെ ഗെറ്റ് ടുഗദറും കാര്യങ്ങളൊക്കെ എല്ലാം എനിക്ക് തോന്നുന്നു 90 മുതലുള്ള ഗെറ്റ് ടുഗദറാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് മൂപ്പരും പോയിട്ടുണ്ട്, മക്കളെല്ലാവരും പോയി. ഞാൻ മാത്രമാണ് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഒറ്റക്കുറുക്കാൻ പോലെ നിൽക്കുന്നത്. പണ്ടൊരു പറച്ചിലില്ല ഇന്നെന്താ തവിട് കൊടുത്ത് വാങ്ങിയതൊന്നും, അതേപോലെ ഇപ്പോൾ ഞാൻ നിൽക്കണത്. ഇന്നെ ആരും കൊണ്ടുപോയതൊന്നുമില്ല.
കൊണ്ടകാത്തൻ്റെ കുശുമ്പും കുന്നായ്മ നിൻ്റെ മുഖത്ത് ഒട്ടും കാണില്ല എന്ന് നിങ്ങൾക്ക് തോന്നണില്ലേ? അപ്പം അങ്ങനെയാണുള്ളത്. അങ്ങനെ എന്താക്കണ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തുനിന്ന് അതും കൂടി ഞാൻ അതിൽ ആഡാക്കുന്നുണ്ട്. ഇനി നമുക്ക് തുടർച്ചയായിട്ട് വീഡിയോസ് ഇടാമെന്ന് ഇൻഷാ അല്ലാഹ് ഞാൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. ഒരുപാട് വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു. ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് മറക്കല്ലേ.